ഉമ്മൻചാണ്ടി സാറില്ലാത്ത ആദ്യത്തെ ഒരു ഇലക്ഷൻ, അതും സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പുതുപ്പള്ളിയിലെത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്ത് തോന്നുന്നു? അല്ല, എനിക്കിപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. അപ്പോൾ അത് നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പങ്കാളിയല്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സാഹചര്യം. എങ്കിലും പൂർണ്ണമായും പാർട്ടി ലീഡർഷിപ്പ് ശ്രീ രാഹുൽ ഗാന്ധിജിയുടെയും ശ്രീ KC വേണുഗോപാലിൻ്റെയും ശ്രീ VD സതീശൻ്റെയും ശ്രീ AK ആൻ്റണിയുടെയും ശ്രീ K സുധാകരൻ്റെയും ഒക്കെ ശ്രീ VM സുധീരൻ്റെയും ഒക്കെ പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ട്. പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ശക്തി. അപ്പം പാർട്ടിയുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ടിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. പാർട്ടി നേതൃത്വമാണ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ വിശ്വാസം എനിക്ക് പാർട്ടിയിലുണ്ട്. രാഷ്ട്രീയ പോരാട്ടമായിരിക്കും, ഒരു സഹതാപതരംഗം ആഞ്ഞടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ഇതിനൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. കേരളത്തിലെ സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാ വിഭാഗങ്ങളും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സർക്കാരായി മാറി. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വികാരം മനസ്സിലാക്കാത്ത ഒരു സർക്കാരായി മാറി. അപ്പോൾ അതിനെതിരെയുള്ള വിലയിരുത്തലായിരിക്കും ഇത്. അപ്പോൾ തന്നെ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലയളവിൽ CPM ഒക്കെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്, അങ്ങേ പോലും ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ CPM-നെതിരെ LDF-നെതിരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. ഏതെങ്കിലും തരത്തിലൊരു പേഴ്സണലൊരു വിരോധം അവർക്കെതിരെ തോന്നിയിട്ടുണ്ട്? ആരോടും ഒരു വിരോധവുമില്ല. ഇന്നലെയും ആരോ നരകത്തിലെ വിശുദ്ധൻ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾക്കൊന്നും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അതൊക്കെ അവരുടെ ഒരു നിലവാരമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ആരോടും വിരോധം വെക്കുന്നില്ല. അവർക്കെല്ലാം നന്മ വരണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇലക്ഷൻ ജയിക്കും തോക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിക്കണം എന്ന് എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിനാണ് കൂടുതൽ പ്രാമുഖ്യം ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ പാർട്ടിയും അതിലാണ് വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ 8 പഞ്ചായത്തുകളിൽ 6 LDF-ആണ് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൂരിപക്ഷം 10,000 താഴെ എത്തിയായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ എന്താണ്? അദ്ദേഹത്തിൻ്റെ എലക്ഷൻ 12 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ 12 പ്രാവശ്യവും പല വേരിയേഷനാണ്. ചിലപ്പോൾ 30 വന്നിട്ടുണ്ട്, ചിലപ്പോൾ 15 വന്നിട്ടുണ്ട്, ചിലപ്പോൾ 22 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല വേരിയേഷൻസ് ഉള്ള തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ എല്ലാ സമയവും അതേ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ നടന്നേനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. അപ്പം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് എപ്പോഴും അത് സംഭവിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇലക്ഷനെ വിലയിരുത്തണം. അതനുസരിച്ച് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത്, അത് ഒപ്പം തന്നെ ഈ നാട്ടിൽ അപ്പം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഞാൻ ഇന്ന് കണക്കെടുക്കുകയായിരുന്നു. 15 പാലങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്നത് അദ്ദേഹം MLA ആയിരിക്കുന്ന കാലങ്ങളാണ്. നിരവധി വ്യവസായങ്ങൾ, സ്പിന്നിങ് മില്ലടക്കം, നിർമ്മിതി കേന്ദ്രമടക്കം, ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്നത്, ഹോസ്പിറ്റലുകൾ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് പുറത്ത് പ്രചാരം അഴിച്ചു വിടുക വികസനമൊന്നും ഇല്ല എന്ന്. അപ്പം 53 വർഷക്കാലം ഇരിക്കണമെങ്കിൽ വികസനമില്ലാതെ നടക്കുമോ? ഇല്ല. അപ്പോൾ വികസനമുണ്ട്. പിന്നെ യഥാർത്ഥ വികസനം എന്ന് പറയുന്ന എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ വികസനം വന്നു. പക്ഷേ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ സങ്കടത്തിൽ, പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പാടിൽ അവന് താങ്ങായി തണലായി നിൽക്കുക. നാളെ സർക്കാർ വരും. അതായത് നാളെ ഒരു സർക്കാർ വന്നിട്ട് ആ സർക്കാർ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അപ്പയുടെ നിലപാട് അതായിരുന്നു എന്നും. ഇപ്പം ഇന്ന് ഒരു രോഗിക്ക് മെഡിസിൻ ആവശ്യമാണ്. ഇന്ന് മെഡിസിൻ ആവശ്യമുള്ള രോഗിയോട് പറയുകയാണ്, നാളെ 5 വർഷം കഴിഞ്ഞ് സർക്കാർ വരും, ആ സർക്കാർ നിങ്ങളെ സഹായിക്കും എന്നല്ല നിലപാട്. അദ്ദേഹം ഇവിടെ രോഗികൾക്ക് മരുന്ന് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വഴി. അങ്ങനെ ഒത്തിരി ആളുകളെ താങ്ങിയ അതുകൊണ്ടാണല്ലോ ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വികസനം എല്ലാ നിലയിലും നടത്തിയിട്ടുണ്ട്.
അതൊക്കെയാണ് ഞങ്ങളുടെ. അവസാനമായിട്ടൊരു ചോദ്യം, ഒരു അഭിമുഖത്തിൽ അങ്ങ് പ്രത്യേകം പറയുണ്ടായി അങ്ങയുടെ പിതാവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും അങ്ങ് യോഗ്യനല്ല, മറ്റൊരു ഉമ്മൻചാണ്ടി സാറാകാൻ ചാണ്ടിപ്പന് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? എനിക്ക് ആ കാര്യത്തിൽ 10% അദ്ദേഹം എത്തിയതിൻ്റെ 10% അതെൻ്റെ വിജയമായി ഞാൻ കണക്കാക്കും. അത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം സൂര്യൻ ചന്ദ്രൻ തമ്മിൽ അന്തരമുണ്ട്. സൂര്യനാവാൻ ഒരിക്കലും ചന്ദ്രന് പറ്റില്ല. സൂര്യൻ്റെ പ്രഭയിൽ നിൽക്കാമെന്നല്ലാതെ ചന്ദ്രനായി നിലനിൽക്കും. അത് രാത്രിയിൽ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് എല്ലാ ആശംസകളും. താങ്ക് യു.